ഓ ഇന്ന് ശനിയാഴ്ചയാണ്, കൊറേ കളിച്ച് കിടക്കാം. ചേട്ടാ അതെന്തോ ആകാശത്ത് എന്തോ ഒരു സാധനം. ആ ശരിയാണല്ലോ, ഇതെന്തോ സാധനം അത്? കണ്ടിട്ട് പൂരി പോലെ ഇരിക്കുന്നു. ഇനി പൂരി വല്ലതാണോ അത്? ഒന്ന് പോ ചേട്ടാ, പൂരി ഒന്നും അല്ലത്. പിന്നെ എന്തുവാടിയത്? ഇനി ഏലിയൻസ് വല്ല ആണോടി? പിന്നെ ഏലിയൻസ് അങ്ങനത്തെ സാധനം ഈ ലോകത്തേ ഇല്ല. പറയാൻ പറ്റത്തില്ല, ശാസ്ത്രജ്ഞന്മാർ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ലല്ലോ ഏലിയനെ കൊണ്ടോന്ന്. അപ്പൊ അറിയാൻ പറ്റത്തില്ല. ചിലപ്പോ എവിടെയെങ്കിലും കാണും, നമ്മളെ നോക്കുമായിരിക്കും അങ്ങൊന്ന് മേളയിന്ന്, ഭൂമിയുടെ പുറത്തുനിന്ന്, കുറെ ദൂരെ നിന്ന്. അല്ല ഇതെന്തോ എല്ലാരും മേളോട് നോക്കി നിൽക്കുന്നേ? അമ്മൂമ്മ ഞങ്ങൾ നോക്കുന്ന അതേ ഡയറക്ഷനിൽ നിന്ന് നോക്കിക്ക എന്തുവാന്ന്. ഇനി കാക്ക വല്ല മലർന്ന് പറക്കുമായിരിക്കും, അതാണ് ഇവര് നോക്കുന്നേ. കാക്ക ഒന്നും അല്ലോ അമ്മൂമ്മേ, എന്റെ പൊന്നമ്മൂമ്മ, ഇത് കാക്ക മലർന്നൊന്നും പറക്കുമല്ലത്. ഇതെന്തോ വലിയ ടൈപ്പ് പൂരിയാന്ന് തോന്നുന്നു. ആ ശരിയാണല്ലോ മക്കളെ, നിങ്ങൾ പറഞ്ഞാൽ പൂരിയെ പോലെ ഇരിക്കുന്നു കണ്ടിട്ട്. ഇതെന്തോന്ന് സാധനം മക്കളെ? അറിയത്തില്ല അമ്മൂമ്മേ, ഇതെന്തോ അന്യഗ്രഹ ജീവിയാന്ന് തോന്നുന്നു കണ്ടിട്ട്. അവരുടെ ഷിപ്പായിട്ട് തോന്നുന്നു, ഏലിയൻ ഷിപ്പ്. ഓ അപ്പൊ ഇത് അന്യഗ്രഹ ജീവിയുടെ വണ്ടിയല്ലേ? ആർക്കരുത് എന്തോ സാധനമാണ്. അതൊന്നും ഒരു വെട്ടോ കോണാക്കിയല്ലോ സാധനം. എന്റെ അമ്മേ, അതിനകത്തുനിന്ന് എന്തോ രണ്ട് ജീവികൾ ഇറങ്ങി വന്ന്. ഓടിക്കോ അമ്മൂമ്മേ. തിരിച്ചു പൊക്കോ, ഞങ്ങൾ വിളിക്കുമ്പോ വരണം. ശരി. അയ്യോ നന്ദിനി, പെട്ടെന്ന് വാർത്ത വെക്ക്. വാർത്ത വെക്കുന്നേ നന്ദിനി, പറഞ്ഞേക്ക സമയല്ല, പെട്ടെന്ന് വാർത്ത വെക്ക്. മനോരമ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു അത്ഭുതപ്പെടുത്തുന്ന വിഷയമാണ് ഉണ്ടായത്. തിരുവനന്തപുരം നഗരത്താണെങ്കിൽ രണ്ട് വിചിത്ര ജീവിയെ കാണപ്പെടുന്നു. ഈ ജീവിയുടെ കണ്ണ് മൊത്തം ബ്ലാക്ക്, അകത്ത് ഇത്തിരി വൈറ്റ്, ബാക്ക് ദേഹം മൊത്തം റെഡ്. ഇതാണ് ഈ ജീവിയെ കാണാതിരിക്കുന്നത്. ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ഏലിയനാണ്, അന്യഗ്രഹ ജീവിയാണെന്നാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. എന്താണെന്ന് ആർക്കും ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റിയില്ല. എല്ലാ വർഷവും ഓരോ പ്രാവശ്യം ഈ സമയത്ത് ഈ അന്യഗ്രഹ ജീവികളാണോ എന്തോന്ന് അറിയത്തില്ല, ഇങ്ങനെ എപ്പോഴൊക്കെ ഇറങ്ങും. പിന്നെ ഇതുങ്ങൾ പിറ്റേ ദിവസം വരെ പോകത്തുള്ളൂ. പിന്നെ നാട് മൊത്തം അടിച്ച് പൊളിച്ചിട്ട് ഇതുങ്ങൾ പോകത്തുള്ളൂ. ഇതുകളുടെ കയ്യിലാണെങ്കിൽ ഭയങ്കര പവർഫുൾ ഒരു തോക്കുണ്ട്. ഈ തോക്കിട്ട് വീടുകളെല്ലാം ലേസർ ഗണ്ണ് പോലെ ഇട്ട് ലേസർ വെക്കുന്ന പോലെ ഇങ്ങനെ മുറിച്ച് കളയും വീടില്ല പകുതിക്ക് വെച്ച്. ശാസ്ത്രജ്ഞന്മാർ പറയുന്ന പോലെ ഇത് അന്യഗ്രഹ ജീവിയാണെന്ന് തോന്നുന്നു. കാരണം ഇതുപോലത്തെ ലേസർ ഗണ്ണൊന്നും നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല നമ്മുടെ ഭൂമിയിൽ ഇതുവരെ. അപ്പൊ ഇത് അന്യഗ്രഹ ജീവി തന്നെയാണ്. ഞങ്ങളുടെ മുറ്റത്ത് നിൽക്കുമ്പോ ഈ സാധനത്തിൽ കണ്ടെന്ന് രണ്ടെണ്ണം ഇറങ്ങി വന്നു. ഞങ്ങൾ പിന്നെ ഓടി അങ്ങ് അകത്ത് കയറി. നിങ്ങൾ അതിനെ കണ്ടോ? ആ സത്യമായിട്ടും കണ്ടു. ഞങ്ങൾ കണ്ട അതേ സാധനം തന്നെ ഇത്. അമ്മ ഞാനാണെങ്കിൽ ഒന്നിനെ പോയിട്ട് വരട്ടിപ്പോരാ. ചുമ്മാ ഒന്ന് മുറ്റത്തിറങ്ങി വെക്കല, ആ ഏലും വല്ല അവിടെ ഉണ്ടോന്ന്. എന്റെ അമ്മ, ആ ഏലിയാണല്ല നടന്നു വരുന്നേ. ഹോ, എനിക്ക് ക്ഷീണിച്ച്, ഞാനിവിടെ കുറച്ചു നേരം ഒന്ന് ഇരിക്കട്ടെ ഒന്ന്. ഏതേ ആ അന്യഗ്രഹിയുടെ തോക്ക് തേണ്ട അവിടെ കിടക്കുന്നത്. ആ തോക്ക് ലേസർ ഗണ്ണാന്നല്ലേ പറയുന്നേ. അപ്പൊ ഈ സാധനത്തിനെ നശിപ്പിക്കാൻ പറ്റുമായിരിക്കും. പമ്മി പോയി എടുക്കാം. ഓ എന്റെ ഈ തോക്ക് കിട്ടി. ഓ എന്റെ ക്ഷീണമെല്ലാം മാറി. ഞാനിനി ഈ നഗരമൊക്കെ ഒന്ന് അടിച്ചു പൊളിക്കാൻ പോട്ടെ. എന്റെ മുമ്പ് ഒരു മനുഷ്യൻ നിൽക്കുന്നു, ഇപ്പൊ തന്നെ നശിപ്പിക്കും ഞാൻ. എടാ മണ്ട, നിന്നോട് വന്ന ആള് തന്നെ ഞാൻ വേഷം മാറിട്ട് ഓരോ വീട്ടിൽ കയറി തല്ലി അടിച്ച് പൊളിക്കുക വീടൊക്കെ. അങ്ങനെ എന്റെ ഐഡിയ, പുതിയ ഐഡിയ. ഓ അപ്പൊ നീയായിരുന്നു എന്റെ കയ്യിലെ കണ്ണ് വെച്ച് നിന്നെ ഇപ്പൊ നശിപ്പിച്ച് കരിച്ചാന് ഞാൻ. ഓ ഇങ്ങനെ വേഷമൊക്കെ മാറുമ്പോ പറയത്തില്ലായിരുന്നോളൂ നീ ഇന്ന്. അല്ലേ എന്റെ കയ്യിൽ കണ്ണെന്തി? എടാ നിന്റെ കയ്യിൽ എന്റെ കണ്ണല്ലേ ഇരിക്കുന്നേ. എടാ നിന്നോട് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ? എന്റെ കയ്യിൽ ഇരിക്കുന്ന കണ്ണ് നിന്റെ, പക്ഷെ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ? എടാ ഈ കണ്ണ് വെച്ച് നിന്നെ വെടി വെച്ച് നീ കത്തിച്ചാമ്പലാവോ? ആ ആകും. എന്നെ ഒന്നും ചെയ്യാലോ, നമ്മളെല്ലാരും ഒരേ കുടുംബം തന്നെയല്ലേ. എന്നാലും നിന്റെ ഈ കുടുംബമല്ല ഞാൻ മനുഷ്യനാടാ. അയ്യോ, എനിക്ക് വലിയ ചതി പറ്റിപ്പോയി. എന്റെ കണ്ണ് ഇവന്റെ കയ്യിലായി. ഞാനിനി അങ്ങനെ രക്ഷപ്പെടും. നീ രക്ഷപ്പെടാ. ഈ നാടും എല്ലാം തല്ലി പൊളിച്ചിട്ട് അവൻ രക്ഷപ്പെടാൻ പോകുന്നത്. എന്തിനാണ് നീ നാട് നശിപ്പിക്കുന്നേ? നിങ്ങളുടെ ഈ ഭൂമി ഞങ്ങൾക്ക് കയ്യേറാൻ വേണ്ടിട്ടുള്ളതാ. എന്നാലേ കയ്യേറുന്നില്ല. ഇപ്പൊ ഞാൻ ശരിയാക്കി തരാം. അയ്യോ അയ്യോ, അവൻ ഞങ്ങളുടെ നാട് നശിപ്പിക്കാൻ വന്നേക്കുന്നു. കിടക്കുന്ന കിടപ്പിടില്ലേ?
എടാ നീ എന്താണ് ചക്ക എന്റെ കൂട്ടുകാരനെ കാണിച്ചത്? എന്താ കാണിക്കുന്നത്? നീയൊക്കെ പിന്നെ നാട് നശിപ്പിക്കുന്ന എന്താടാ? നിന്നെയൊക്കെ ഇപ്പൊ കൊല്ലണം ഞാൻ. എന്റെ കയ്യിലെ അവന്റെ കണ്ണായിരിക്കുന്നത്, ലേസർ കണ്ണ്. നിന്നെയൊക്കെ കരിച്ച് ചുട്ട് പൊരിക്കണം ഞാൻ. അയ്യോ രണ്ടെണ്ണം കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ? രണ്ട് നല്ല പത്താൽമുളക് ഉണക്കാൻ വെച്ചിരിക്കുന്നല്ലേ രണ്ടെണ്ണം അവിടെ കിടക്കുന്ന കണ്ടിട്ട്. നീ പോലീസുകാരെ വിളിച്ചിട്ട് വന്നിട്ട് ഇതിനൊക്കെ പൊക്കിക്കൊണ്ടുപോകാൻ പറയണം. ഓ കണ്ണ, നീ എത്തി. നീ എവിടെ പോയതായിരുന്നു? ഞാൻ ഒന്നിനെ പോയതാ അമ്മൂമ്മേ. അല്ല, മുറ്റത്താണ് ഒന്നിന് വന്ന മക്കള്. ആ അന്യഗ്രേരി എങ്ങനെ കണ്ടായിരുന്നു? എന്ത് ചെയ്താണ് മോനെ? കണ്ട് ഞാൻ അതിനെ പൊരിച്ച്. കണ്ടിട്ട് മോൻ അതിനെ പൊരിച്ചു നോക്കണേ. ശാസ്ത്രജ്ഞന്മാർക്ക് പോലും കണ്ടുപിടിക്കാൻ പറ്റിയില്ല ഏലിയനെ എങ്ങനെ നശിപ്പിക്കുന്നതെന്ന്. മോൻ അങ്ങനെ നശിപ്പിച്ചാനെ. അത് ഞാനാണെങ്കിൽ ചുമ്മാ ഒന്ന് മുട്ടിത്തിറങ്ങിയപ്പോഴേ മറ്റേ ഒരു ഏലിയനാണെങ്കിൽ അവിടെ നമ്മുടെ വീടിന്റെ മതിലിന്റെ അവിടെ ചാരി ഇരിക്കുന്നത്. അപ്പോഴാണ് ആ ഏലിയൻ അറിഞ്ഞില്ല, തോക്കാണെങ്കിൽ താഴെ പോയി കയ്യിൽ നിന്ന്. അങ്ങനെ ഞാനാണെങ്കിൽ അമ്മ ചെന്നിട്ടാണെങ്കിൽ ആ തോക്കെടുത്ത്. തോക്കല്ല, ലേസർ ഗൺ. നമ്മൾ മറ്റേ വാർത്തക്കത്തെ കണ്ടില്ലേ, ഈ ലേസർ ഗണ്ണിട്ട് ബിൽഡിംഗ് ഒക്കെ പകുതിയാക്കുന്നു അതുപോലെ. അങ്ങനെ ആ സാധനമാണ് എന്നെ കണ്ട്. അപ്പൊ അതാണെങ്കിൽ എടാ നീ മനുഷ്യനല്ലെന്ന് വെച്ച് നിന്നെ ഇപ്പൊ നശിപ്പിക്കാന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ഞാനൊരു നൈസായിട്ടൊരു നമ്പർ ഇട്ട്. ഞാനിപ്പോ അതിനോട് പറഞ്ഞ എന്തോന്നറിയാമോ? അപ്പൊ ഞാൻ പറഞ്ഞു ഞാനൊരു ഏലിയൻ തന്നെയാണ്, ഞാൻ വേഷം മാറി വന്നിട്ട് ഓരോ വീട്ടിൽ കയറി ഇങ്ങനെ അവരെ നശിപ്പിച്ചോണ്ടിരിക്കുമെന്ന് പറഞ്ഞു. അപ്പൊ അതൊരു മണ്ടൻ ഏലിയനാന്ന് തോന്നുന്നു. ഞാനങ്ങ് പറഞ്ഞു വിശ്വസിച്ചങ്ങ്. പിന്നെ ഞാനാണെങ്കിൽ ആ ഏലിയനോട് ഒരു ചോദ്യം ചോദിച്ചു, എൻ്റെ കയ്യിൽ ഇരിക്കുന്ന ഈ ലേസർ ഗൺ ഇട്ടാണെങ്കിൽ നിന്നെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പൊ അത് ആ സാധനം പറഞ്ഞു എൻ്റെ അകത്ത് തന്നെ നീ ഉപയോഗിക്കുകയാണെങ്കിലേ ഞാൻ നശിച്ചു എന്ന് പറഞ്ഞു. അപ്പത്തിന് ഞാൻ മനുഷ്യനാന്ന് പറഞ്ഞാൽ അതിനെ നശിപ്പിച്ചു. പിന്നെ അടുത്തവൻ വന്ന എൻ്റെ ഫ്രണ്ട്, അതിനെ കൂടെ ഞാൻ നശിപ്പിച്ചു. രണ്ടെണ്ണം അവിടെ കിടപ്പുണ്ട്. പോലീസിനെ വിളിക്കാം നമുക്ക്, അതുകൊണ്ട് പൊക്കിക്കൊണ്ടുപോകാൻ പറയാനെ. എന്റെ കണ്ണാ സൂപ്പർ. ഞാനൊരു നായകനായി. ഇനി എല്ലാവരും എന്നെ പത്രക്കാരെ വാർത്തക്കാരെ എല്ലാവരും എന്നെ വിളിക്കും ഏലിയനൊക്കെ നശിപ്പിച്ചിട്ടുണ്ട്. ആരെങ്കിലും വിശ്വസിച്ചാൽ മതി ഞാൻ ഇതിനെ ഇവിടെ കിടത്തിയെന്ന് നശിപ്പിച്ച്. അല്ല ആ സാധനം എന്ത് നോക്കിയിട്ട് വരട്ടെ, അത് അവിടെ കിടപ്പുണ്ടോന്ന്. പോലീസിനോട് വിളിച്ചു പറഞ്ഞായിരുന്നു, കൊണ്ടുപോയി നോക്കട്ടെ. ആ അന്യഗ്രഹജീവിയെ പോലീസൊക്കെ പൊക്കിക്കൊണ്ടുപോയി. ഇപ്പോഴും ഒരു സമാധാനമായത്. ഈ ഏലിയൻസ് മാത്രമല്ല, എനിക്ക് കുറേ ഉണ്ടായിരിക്കും. എൻ്റെ കയ്യിലിരിക്കുന്ന തോക്കിട്ട് നശിപ്പിക്കുക. പോലീസുകാരെ എൻ്റെ തോക്ക് കൊടുത്തു, അവർ ബാക്കി ചെയ്തോളും. ആ ഏലിയനാണെങ്കിൽ ഒരു ശ്രദ്ധയില്ലായിരുന്നു, അതുകൊണ്ട് ഇപ്പോൾ രണ്ടെണ്ണം കിടക്കുന്ന കിടപ്പ് കണ്ടില്ല അവിടെ. ആ പോലീസൊക്കെ പൊക്കിക്കൊണ്ടുപോയി. അതിന് മുമ്പേ നല്ല രസമുണ്ട് കിടക്കുന്ന കാണാനായിട്ട്. അതിനെ പോയി കിടന്ന് ഉറങ്ങട്ടെ. ഉറക്കം വന്നിട്ടാണെങ്കിൽ എനിക്ക് വയ്യ. ഞാനെന്തായാലും ഒട്ടും പ്രതീക്ഷിച്ചില്ല ആ സാധനത്തിൻ്റെ തോക്ക് എൻ്റെ കിട്ടുന്നത്. നല്ല രസമുണ്ടായിരുന്നു അതിനെ നശിപ്പിക്കാനായിട്ട്. അപ്പോൾ ഈ അന്യഗ്രഹജീവി ശരിക്കുള്ള സാധനമല്ല. ഞാൻ ഇത്ര നാൾ വിചാരിച്ചത് ഇതൊക്കെ ഒരു വെറും കഥയാണ്, കെട്ടുകഥ എന്നാ ഞാൻ വിചാരിച്ചത്. അതിപ്പോൾ സത്യമായല്ലോ.